ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള ചോറ് കേട്ടോ. അതിലേക്ക് ആ കറി കൂട്ടി നല്ലപോലെ കുഴച്ച് ഇത് കഴിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. വേറെ ഒരു കറിയും വേണ്ട. ഇതിങ്ങനെ ചൂടുള്ള ചോറിൽ ഇതുപോലെ കുഴച്ചിങ്ങനെ കഴിക്കാനുണ്ടല്ലോ, വളരെ രുചിയാണ്. അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ആ വറുത്ത മുളകിൻ്റെ ഉള്ളിലെ അരിയും അതുപോലെ തന്നെ ഉഴുന്ന് ചെറു കഷ്ണങ്ങളായിട്ട് പൊടിഞ്ഞതും അതുപോലെ ചെറിയ പുളി, മധുരം, നാരങ്ങയുടെ നല്ല ഗന്ധം, ഇതൊക്കെ ആകുമ്പോണ്ടല്ലോ നമ്മൾ അറിയാതെ പാത്രം കാലിയായിപ്പോവും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ അവർ ഒരു മടിയില്ലാതെ ചോറ് വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും. അപ്പോൾ ഊണ് കഴിഞ്ഞു. ഇനി എന്താണ് ഈ സ്പെഷ്യൽ കറി, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു നാരങ്ങ വലുപ്പത്തിൽ, ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് അത് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വയ്ക്കുകയാണ്. പിന്നെ ഒരു ചീഞ്ചട്ടിയിൽ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ഈ പറഞ്ഞ ടേസ്റ്റ് കിട്ടുള്ളൂ. വേറെ ഏത് ഓയിൽ ഉപയോഗിച്ചാലും ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നല്ലപോലെ സോഫ്റ്റായിട്ടുണ്ട് നമ്മുടെ ഉള്ളി. ഇനി ഒരു 10 വറ്റൽമുളക് ഞെട്ടി കളഞ്ഞത് അതും ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ വറ്റൽമുളക് നല്ലപോലെ കളറ് മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറ്റൽമുളക് തന്നെ ചേർക്കണം, പൊടി ചേർത്ത അത്രയും ടേസ്റ്റ് ആവില്ല. പിന്നെ ഞാൻ ചേർക്കുന്നത് നാരകത്തിൻ്റെ 2 ഇലയാണ്. അപ്പോൾ ഈ നാരകത്തിൻ്റെ ഇല ഉള്ളതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. പക്ഷെ അത് ചേർത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതില്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ പിഴിഞ്ഞ തൊണ്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ചേർത്താലും ഒരു ഗന്ധമൊക്കെ കിട്ടും. ഇനിയിപ്പോൾ ഇത്രയും വഴന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്പൂൺ ഉഴുന്നുകൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉഴുന്നും ഉള്ളിയും നാരകത്തിൻ്റെ ഇലയും അതുപോലെ മുളകും എല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നിട്ടത് തണുക്കാൻ വയ്ക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 4 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. അത് നല്ല പഴുത്ത പഴമായിരിക്കണം. പിന്നെ നമ്മൾ ആ കോരി മാറ്റി ചീഞ്ചട്ടിയിൽ ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക് ഒരു സ്പൂണ് കടുകും കുറച്ച് കറിവേപ്പിലയിട്ട് പിന്നെ തൊലി കളഞ്ഞ പഴവും കൂടി ചേർത്ത് സ്പൂണ് കൊണ്ട് ഇതുപോലെ ചെറുതാക്കി നുറുക്കി ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ പഴമൊക്കെ, പാളയംകോടൻ പഴമൊക്കെ മിക്കവാറും തൊലി കറുത്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തിന്നാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. അതുപോലെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും വേറെ ഒന്നിനും താല്പര്യം തോന്നില്ല. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു അടിപൊളി കറി കിട്ടും. പിന്നെ അത് മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിപ്പോൾ ആ പഴമെല്ലാം നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുതിർത്തി വെച്ച ആ പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് ഇതിൽ കിടന്ന് വറ്റണം. ആ പുളിവെള്ളം ശരിക്ക് വറ്റണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ പഴവും പുളിവെള്ളവും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും പുളിയും കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് ഈ പഴത്തിൻ്റെ ചെറിയൊരു മധുരവും കൂടി വരുമ്പോൾ അതിൻ്റെ രുചി ബാലൻസ് ആവും. ഇപ്പോൾ നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ഉള്ളിയും മുളകും എല്ലാം വറുത്ത് നമ്മൾ തണുക്കാൻ വെച്ചല്ലോ, അത് ഒന്ന് കറക്കിയെടുത്ത് മിക്സിയുടെ ജാറിൽ ഒറ്റ കറക്കേ പാടുള്ളൂ, അരഞ്ഞു പോകരുത്. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള മുളകിൻ്റെ അരി കടിക്കാനും അതുപോലെ തന്നെ ചെറിയ ഉഴുന്നിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കടിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ്.
എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം നല്ലപോലെ വറ്റി അങ്ങനെ നല്ലപോലെ വഴണ്ട് വരണം. ഇതായിപ്പോൾ ഈ പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാളയംകോടൻ പഴം കൊണ്ടുള്ള ചുടുപുളി റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപാര ടേസ്റ്റാണ്. അതുപോലെ തന്നെ അത്രയും നല്ല ഗന്ധവും. അപ്പോൾ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.